നമുക്കിന്ന് കുറച്ച് അയില കിട്ടിയിട്ടുണ്ട്. ഇന്നലെ കൊണ്ടുവന്ന അയിലയാണ്. അപ്പോൾ നമുക്കിന്ന് ആദ്യം കുറച്ച് സമയം വെള്ളം ഒഴിച്ച് വെക്കാം, ഒന്ന് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട്. അത് നമുക്ക് മുറിച്ച് വെക്കാം. അയിലെല്ലാം മുറിച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഓക്കെ, ഉള്ളിയും തക്കാളിയും പച്ചമുളക് ഇഞ്ചി എല്ലാം കൂട്ടി നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. ഉള്ളിയും തക്കാളിയെല്ലാം വേവുന്ന സമയം കൊണ്ട് കുറച്ച് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി, പറങ്കിപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കുറച്ച് പുളിയും കൂടി കൂട്ടിയിട്ട് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. പുളി ഞാൻ നേരത്തെ കുറച്ചുകൂടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി, അതും കൂടി എടുത്തിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയെല്ലാം ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് എന്താക്കാം, ഈ അരച്ച കൂട്ട്, ഈ തേങ്ങ അരച്ച കൂട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. അതൊന്ന് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് മൂടി വെക്കാം, ഒന്ന് പതക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് അതിലെ കഷ്ണങ്ങൾ ഇടാൻ. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് പതക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. കറി നന്നായിട്ട് പതച്ച് ഉള്ളിയെല്ലാം വെന്തുന്നുണ്ട്, വൃത്തി വന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കഷ്ണം ഞാൻ ഈ കറി വെക്കുമ്പോൾ അതിൽ തലയും കളയില്ല, അതും അതിനകത്തിട്ടോട്ടാ. എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല, ഞാനിടലുണ്ട്. നല്ല ടേസ്റ്റാണ്. എനിക്ക് അതിലെ കഷ്ണത്തിനേക്കാളും ഇഷ്ടം അതിലും തലയാവും. ജസ്റ്റ് ഒന്ന് മെല്ലെ കൈകൊണ്ട് മെല്ലെ നോക്കി കൊടുക്കാം. കാരണം വെച്ചാൽ അയില ഇന്നലെ വാങ്ങിയ അയിലയായതുകൊണ്ട് നല്ല അയില, ഫ്രഷ് അയില എന്ന് പറയാൻ കഴിയില്ല, ചെറിയൊരു പൊടിപ്പുണ്ടായി. അപ്പോൾ അതവിടെ തിളച്ച് നല്ല വൃത്തിയിൽ വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നല്ലോണം മാറ്റി വെച്ചിട്ടുണ്ടായ അയില ഒഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ, അത് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും പറങ്കിപ്പൊടിയും കുരുമുളകിലിട്ട് മിക്സാക്കിയിട്ട് തേച്ച് വെക്കാം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, അയില നല്ല ഫ്രഷ് അയിലെല്ലാം കുറച്ച് ഓരോന്നങ്ങനെ ചെയ്യുന്ന പോലെ ഓരോന്ന് നല്ല ഉറപ്പില്ലായി. നമുക്കത് പെരക്കി വെക്കാം. ഇവിടെ ഉപ്പ് പൊടിക്കട്ടെ, കറിയായി കഴിഞ്ഞിട്ട് പൊരിക്കാം. അവിടെ നിൽക്കട്ടെ. കറി നല്ലോണം തിളക്കുന്നുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ. കുത്തി ഇളക്കാൻ പാടില്ല, മെല്ലെ ഒന്ന് ചുറ്റിച്ചാലും മതി. പക്ഷെ എനിക്ക് കൈ കൊള്ളാൻ പേടിയായതുകൊണ്ട് ഞാൻ ഈ കൈ കൊണ്ട് മെല്ലെ ഒന്ന് നോക്കട്ടെ. ഉപ്പുണ്ടോ നോക്കട്ടെ. കുറച്ച് കുറവ്, കുറച്ച് ഉപ്പിടട്ടെ. മീൻകറിയല്ലേ, കുറച്ച് ഉപ്പ് അധികം വേണം.
കണക്കായി. അപ്പോൾ അതൊക്കെ ഇട്ട് നല്ലോണം ചാറ് വേണ്ട, കുറച്ചൊരു കുറുകിയ ചാറ്. നല്ല കറിയൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല കേട്ടാ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ച് വന്നിട്ട് 13 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ ചോറ് എങ്ങനെ ഉണ്ടാക്കാം, കറി എങ്ങനെ ഉണ്ടാക്കാം എന്നെല്ലാം പഠിക്കുന്നത്. അമ്മായിയമ്മക്ക് അതിൻ്റെ ക്രെഡിറ്റ്. അമ്മായിയമ്മ നല്ല പഠിപ്പിച്ചത് ചോറും കറിയെല്ലാം ഉണ്ടാക്കാൻ. അതിന് മുന്നേ അറിയുമോയെന്ന് ചോദിച്ചാൽ ചെറുങ്ങനെ അറിയാം. നല്ലോണം ഇങ്ങനെ വലിയ വലിയ കറി വെക്കാനൊന്നും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ മീൻ മുറിക്കാൻ തന്നെ അറിയില്ല, അരി വറുക്കാൻ അറിയില്ല. അങ്ങനെയാണ് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തുണ്ടായി. ഇപ്പം എല്ലാം പഠിച്ചു, എല്ലാം പഠിപ്പിച്ചു അമ്മായിയമ്മ. നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്കിത് വാങ്ങി വെച്ചിട്ട് വറുത്തിടണം. നമുക്ക് കുറച്ച് ഉള്ളി അതിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട്. ചോറുണ്ടാകാം നമുക്ക്. അയിലക്കറി, അയിലപ്പൊരി, അച്ചാറ്.